നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ഇത്രയും വലിയ ആരോപണം ഉയർന്നിട്ടും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ പോലും സാംസ്കാരിക മന്ത്രി മടി കാണിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ ഒരു പരാതിയും ഇല്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും മന്ത്രി സജി ചെറിയാൻ. അന്വേഷണം നടത്തുവാൻ പരാതി വേണം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയുമാണ്. തെളിഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഒരു തിരുത്തൽ വരുത്തിയെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനും അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള അന്വേഷണം ഉണ്ടാവുമെന്നോ എന്ന ചോദ്യത്തിനും ഇതുവരെ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് അനുകൂല മറുപടി ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ശക്തമായ വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിരുദ്ധമായ സമീപനം മന്ത്രി സജി ചെറിയാൻ എടുത്തിരിക്കുന്നു എന്ന നിലപാട് പല കോണുകളിൽ നിന്നും അത് ആനി രാജ പോലും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുകയാണ്. കേരളത്തിലെ സാംസ്കാരിക മന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ആനി രാജ അല്പം മുമ്പ് പറഞ്ഞത്. വിശദമായ വാർത്തകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് സർക്കാരിന്റെ പിന്തുണ. പരാതിയില്ലെന്നും രഞ്ജിത്ത് നിഷേധിച്ചെന്നും മന്ത്രി സജി ചെറിയാന്റെ ന്യായീകരണം. പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായതോടെ തെളിഞ്ഞാൽ നടപടിയെന്ന് പറഞ്ഞ് തടിയൂരാൻ മന്ത്രിയുടെ ശ്രമം. സജി ചെറിയാന്റെ സ്ത്രീ വിരുദ്ധ നിലപാടിനെതിരെ വ്യാപക വിമർശനം. സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുകയാണെന്ന് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. രഞ്ജിത്ത് രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന ആവശ്യം ശക്തമാകുന്നു. ശ്രീ രഞ്ജിത്ത് എന്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വേട്ടക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് നടി അൻസിബ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നടപടി വേണമെന്ന് ഇന്ദ്രൻസ്. സർക്കാരും കോടതിയും പരിഹാരം കാണട്ടെ എന്ന് ഷാജി കൈലാസ്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് അവസാനിപ്പിക്കും. ദുരന്ത ബാധിത മേഖലകളിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം മേപ്പാടി സ്കൂളിൽ. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം ബാലികയെ നാളെ നാട്ടിലെത്തിക്കും. വിശാഖപട്ടണം CWCയിൽ നിന്ന് കേരള പോലീസ് കുട്ടിയെ ഏറ്റെടുത്തു. കുട്ടിയുമായി പോലീസ് ഇന്ന് കേരളത്തിലേക്ക് തിരിക്കും. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിൽ നിർണായകമായി CCTV ദൃശ്യങ്ങൾ. കൊല നടന്ന സെമിനാർ ഹാളിന് സമീപം പ്രതി സഞ്ജയ് റോയ് ഉണ്ടായിരുന്നു. പ്രതിഷേധം തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ. മുഴുവൻ കുറ്റക്കാരെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. ഇടുക്കി ചൊക്രമുടിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തിയ അനധികൃത പാറ ഖനനം. വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തി. നിർമ്മാണം മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിൽ. ശിഖർ ധവാൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. വിരമിക്കൽ പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെ. ആരാധകർക്ക് നന്ദി അറിയിച്ച താരം. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ ഇപ്പോഴും മന്ത്രി സജി ചെറിയാനെതിരെ അന്വേഷണം നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടില്ല. ഒരു പരാതിയും രഞ്ജിത്തിനെതിരെ കിട്ടിയിട്ടില്ല എന്നാണ് ഈ വെളിപ്പെടുത്തലിന് ശേഷവും സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ പറഞ്ഞത്. ഒരു പരാതി കിട്ടാതെ ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ സാധ്യമല്ല എന്ന നിയമ തടസ്സമാണ് മന്ത്രി പറയുന്നത്. അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് രഞ്ജിത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. പ്രതിഷേധത്തിന് പുറമെ, പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിഷേധത്തിന് പുറമെ ഭരണപക്ഷത്തു നിന്ന് പോലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് രഞ്ജിത്തിനെ മാറ്റി നിർത്തണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. നേരത്തെ ആനി രാജ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല, ചലച്ചിത്ര അക്കാദമി അംഗമായ N അരുണും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, CPI നേതാവ് ആനി രാജ തുടങ്ങിയവരാണ് ഇതിനകം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ആദ്യം സതീശന്റെ പ്രതികരണത്തിലേക്ക് പോകാം, അതിനുശേഷം മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ. സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി.
നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീലേഖ മിത്രയുടെ ആരോപണം നിഷേധിച്ചിട്ടുണ്ടല്ലോ രഞ്ജിത്ത് എന്ന ന്യായീകരണമാണ് ഇന്ന് സജി ചെറിയാൻ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായതോടുകൂടി ആരോപണം തെളിഞ്ഞാൽ നടപടിയെടുക്കാം എന്ന ഒരു അഴകുഴമ്പൻ ന്യായീകരണമാണ് പിന്നീട് മന്ത്രി സജി ചെറിയാൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിലൂടെ നൽകിയത്. ഇന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന കാണാം. അതിൽ രഞ്ജിത്തിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ട്? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കണം. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ലല്ലോ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും. ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിന്റെ ഭാഗമാണ്. ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. അവർ നിർദ്ദേശിച്ച 24 കാര്യങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും? ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. രാഷ്ട്രപതിയുടെ വരെ അംഗീകാരം വേണ്ട പ്രശ്നങ്ങളാണ്. അതെല്ലാം നോക്കി എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം കൈകാര്യം ചെയ്യും. പല കാര്യങ്ങളും നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു കമ്മിറ്റി വന്നു. ഇപ്പൊ ഇന്നലെ അമ്മയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായതിനു ശേഷം അവരുമായിട്ട് സംസാരിച്ച കാര്യം ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ. എന്റെ അർത്ഥം എന്താ? അന്ന് ശരിയാണ്, അമ്മയുടെ ഭാരവാഹികളെ വിളിച്ചു, അതേ അടക്കം വന്നു, സംസാരിച്ചു, WCC ആളിനെ വിളിച്ചു, സംസാരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടു. 1 മണിക്കൂറോ 2 മണിക്കൂറോ മണിക്കൂറിൽ സംസാരിച്ച് കേട്ടു, മിനിറ്റ്സ് ആക്കി. എല്ലാ മിനിറ്റ്സ് രേഖകളും നമ്മളിലുണ്ട്. ഇന്ന കാര്യത്തിൽ ഞങ്ങളുടെ ഇന്ന കാര്യങ്ങൾ അഭിപ്രായമുണ്ട്. അതിനെല്ലാം പോസിറ്റീവായിട്ടാണ് ഈ സംഘടനകളെല്ലാം സമീപിച്ചിട്ടുള്ളത്. ഒരു സംഘടന പോലും ഇതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ, ഈ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കാനുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പോളിസി വേണം, ഒരു സിനിമാ നയം കൂടി വേണം. കാരണം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുള്ള വിഷയങ്ങൾ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ കൂടി ഈ മേഖലയിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനാണ് കോൺക്ലേവ് വെച്ചിരിക്കുന്നത്. അപ്പൊ കോൺക്ലേവ് ഏതാണ്ട് ഇപ്പം അതേതാണ്ട് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഒരു ഗവൺമെന്റ് എന്തോ ചെയ്യേണ്ടത്? ഒരു ഇൻഡസ്ട്രി, 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രി നശിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് ഇൻഡസ്ട്രി മാറിയില്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അതേ നിലപാട് തന്നെയാണ് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തിലും മന്ത്രി സജി ചെറിയാന്റേത്. പരാതിയില്ല, പിന്നെ എങ്ങനെ അന്വേഷിക്കും എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം സർക്കാരിന് തന്നെ സ്വമേധയാ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം
നടത്തുവാൻ ഉള്ള എന്ത് അസൗകര്യമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും നിലപാട് വ്യക്തമാക്കുന്നില്ല. അതിനിടെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ FIR ഇട്ടത് ഓർമ്മയില്ലേ, സോളാർ കേസിൽ അതിൻ്റെ ഗതി എന്തായി എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഇതിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മറുപടി നൽകിയത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ FIR ഇടിയിച്ചതല്ലേ എന്ന മറുവാദമായിരുന്നു. അത് കുറ്റസമ്മതം നടത്തുകയായിരുന്നില്ലേ സജി ചെറിയാൻ എന്ന ചോദ്യവും ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സാന്ദ്ര തോമസ്, നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് മന്ത്രി സജി ചെറിയാനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുകയാണെന്നാണ്. രഞ്ജിത്ത് രാജിവെക്കണം എന്ന ആവശ്യം സാന്ദ്ര തോമസ് ഉന്നയിച്ചിട്ടുണ്ട്. അന്വേഷണം നേരിടണം എന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് പുറത്താക്കണം എന്ന ആവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതാണ് സാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് രഞ്ജിത്തിനെതിരെയും മന്ത്രി സജി ചെറിയാനെതിരെയും ഉള്ള ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാട് മന്ത്രി എടുത്തതിനെതിരെയുള്ള അവരുടെ ഒരു വിമർശനവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ട്. ചലച്ചിത്ര അക്കാദമി അംഗമായ N അരുണും ഇക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം AIYFന്റെ നേതാവ് കൂടിയാണ്, ഭരണപക്ഷത്ത് നിന്നുള്ളയാളാണ്. എങ്കിലും ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് നടപടിയാണ് വേണ്ടത് എന്ന ആവശ്യമാണ് ചലച്ചിത്ര അക്കാദമി അംഗമായ N അരുൺ ഉന്നയിച്ചത്. അദ്ദേഹം ന്യൂസ് 18നുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പരാതിയുടെ വ്യാപ്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത്യന്തം സങ്കീർണമായ വിഷയമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു അർത്ഥത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. AIYF ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിന്റെ അക്കാദമി ചെയർമാൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ AIYF അഭിപ്രായം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനുചിതമായ പ്രസ്താവനയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം ഇതിനോടകം തന്നെ ഞാനും സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ആവശ്യപ്പെടലിന് മുമ്പേ തന്നെ തീരുമാനമെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. N അരുണും ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് ബംഗാളി നടി ഉന്നയിച്ചിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അതിനാൽ തന്നെ അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടി പറഞ്ഞിരുന്നു, ഇതിൽ കേസ് നടത്തിപ്പിന് വേണ്ടി കേരളത്തിലേക്ക് വരുവാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടും തനിക്കുണ്ട്. ഇക്കാര്യത്തിൽ കേസിന് വേണ്ടി പണം ചെലവഴിക്കാൻ എന്ന കാര്യവും അവർ പറഞ്ഞിരുന്നു. ഇതിന് സംവിധായകൻ ആഷിഖ് അബു ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ആഷിഖ് അബു പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സഹായം അവർക്ക് വേണമെങ്കിൽ അത് നൽകാൻ തയ്യാറാണ് എന്ന പിന്തുണയും സംവിധായകൻ ആഷിഖ് അബു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടും സർക്കാർ നടപടി എടുക്കണം, ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം, അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും ബംഗാളി നടിയായ ശ്രീലേഖ മിത്രയ്ക്ക് നൽകണം എന്ന കാര്യവും ഇടത് സഹയാത്രികൻ കൂടിയായ ആഷിഖ് അബു ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് തെറ്റാണെന്ന് ആഷിഖ് അബു പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. രഞ്ജിത്തിനെതിരെ അക്കാദമി അംഗം അരുൺ രംഗത്തെത്തിയിരിക്കുകയാണ്. രഞ്ജിത്തിനെതിരെ സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ സംരക്ഷണം നൽകിയിരിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ്. ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കില്ല, തന്റെ അനുവാദമില്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ള ബംഗാളി നടിയുടെ ഈ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഇല്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കേസ് പോലും മന്ത്രി ഉദാഹരിക്കുകയുണ്ടായി. സജി ചെറിയാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു FIR ഇട്ടാൽ അത് കോടതി റദ്ദാക്കില്ല എന്ന് ആര് കണ്ടു എന്ന ചോദ്യമാണ് സജി ചെറിയാൻ ഉന്നയിക്കുന്നത്. FIR ഇട്ടാൽ അത് നിലനിൽക്കില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ കേസ് പോലും അദ്ദേഹം ഉദാഹരിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള അതേ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ രഞ്ജിത്തിനെതിരെ കേസെടുക്കില്ല എന്നതിലും സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പരാതി നൽകും എന്ന കാര്യം ഏറ്റവും ഒടുവിലായി ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര പറഞ്ഞിട്ടുണ്ട്. ഇതിനുവേണ്ടി താൻ ഇനി പരാതി കൊടുക്കണമെങ്കിൽ അതിനും തയ്യാറാണ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കേരളത്തിലേക്ക് വരാൻ തയ്യാറാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട പിന്തുണ നൽകുമെന്ന് വിവിധ സംഘടനകളും പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ ആഷിഖ് അബുവിൻ്റെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ സഹായവും ഇക്കാര്യത്തിൽ ചെയ്തു തരാൻ തയ്യാറാണ്, സർക്കാർ നിലപാട് മാറ്റണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. അതുകൊണ്ടല്ല സർക്കാർ
നാട്ടിലും സിനിമയിലും ഭാഗമായ അല്ല, ഞാനിപ്പോൾ സിനിമയിലെ ഭാഗമല്ല, സർക്കാരിന്റെ ഭാഗമാണ്. സർക്കാരിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഞാനൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞില്ലേ, പണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. എന്താ വണ്ടി KSRTC പറ്റിയൊന്നും ചോദിക്കാൻ പറയാം. അതാരാ? എനിക്കറിയത്തില്ല. എങ്ങനെ വേണോ എടുക്കാം, എങ്ങനെ വേണോ എടുക്കാം. മറിയൊന്ന് മാറി പോട്ടെ. പിന്നെ ഞാൻ ഇതിന് വന്നതല്ലേ, ഇവിടെ വേറൊരു പർപ്പസിന് വന്നതാണ്. ഒന്നും പ്രതികരിക്കാതെ മന്ത്രി KB ഗണേഷ് കുമാർ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ പ്രതികരിക്കുന്നില്ല, താനിപ്പോൾ മന്ത്രിയാണ് എന്നാണ് ഗണേഷിന്റെ ന്യായീകരണം. ഇക്കാര്യത്തിൽ മന്ത്രിമാരായ വീണ ജോർജും R ബിന്ദുവും പ്രതികരിച്ചിരുന്നു. അവരുടെ നിലപാടുകളിലേക്ക്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും, പരാതി വിടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും. അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യമേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ. ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള വിഷയങ്ങളിൽ അതിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് പോവുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിന്റെ ശരിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടെല്ലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് WCCക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ WCCയുമായിട്ട് ആദ്യം ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഉണ്ടാവുകയില്ല എന്ന് ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇതിൽ FIR ഇടാൻ ശരിയാണ്, ചില സാങ്കേതികമായ തടസ്സമുണ്ട്, നിയമപരമായ തടസ്സമുണ്ട്, പരാതി ഇല്ലാത്തതിനാൽ. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുവാനും അതിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ബംഗാളി നടിക്ക് ഉള്ള പിന്തുണ നൽകുവാനും സംസ്ഥാന സർക്കാരിന് കഴിയും. പക്ഷേ അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് സർക്കാർ എടുത്തിട്ടില്ല? VV വിനോദ്, ആജ്ഞ രവീന്ദ്രൻ, MS അനീഷ് കുമാർ എന്നിവർ ചേരുകയാണ്. വിനോദ്, ഇക്കാര്യത്തിൽ ഈ സജി ചെറിയാൻ മന്ത്രി ആദ്യം വളരെ ഗൗരവത്തോടു കൂടിയും രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും ചില വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ എന്തെങ്കിലും തെളിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്ന രീതിയിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് ഒരു നിലപാട് മാറ്റമായി കാണാൻ കഴിയില്ലല്ലോ. അന്വേഷണത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ. അതാണല്ലോ ആവശ്യമായിട്ട് വരുന്നതും, ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം എന്നുള്ള കാര്യം. മഞ്ജുഷ്, ഉപരിപ്ലവമായ ചില കാര്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം കോൺക്ലേവ് സംഘടിപ്പിക്കും, ഇനി സിനിമാ മേഖല എങ്ങോട്ട് പോകണം, സിനിമാ മേഖലയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന ഒരു നിർദ്ദേശമാണ്. അവിടെ തന്നെ ഈ WCCയിലെ അംഗങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കോൺക്ലേവിൽ ഇരയും വേട്ടക്കാരും ഒരുമിച്ചിരുന്ന് എന്ത് ചർച്ചയാണ് നടത്താൻ കഴിയുക, തങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ എങ്ങനെയാണ് തുറന്നു പറയാൻ കഴിയുക എന്ന പരമപ്രധാനമായ ഒരു ചോദ്യമാണ് WCCയുടെ ഭാഗത്ത് നിന്ന് വന്നത്. മറ്റൊന്ന്, നിയമത്തിൻ്റെ സാങ്കേതികത്വം പറഞ്ഞാണ് ഇപ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു പിന്നാക്കം പോകൽ, അല്ലെങ്കിൽ സർക്കാർ പതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം.
അത് എത്ര കണ്ട് സ്വീകാര്യമാകും, പൊതുസമൂഹം എത്ര കണ്ട് അതിനെ അംഗീകരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രതിപക്ഷമാണ് സാധാരണ നിലയിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. അമ്മയിൽ തന്നെ ഭിന്നതയുണ്ട്, മന്ത്രിസഭാ അംഗങ്ങളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വലിയ തോതിൽ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നു. സാന്ദ്ര തോമസിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിലാണ് മന്ത്രിയുടെ വാക്കുകൾ എന്ന അതിരൂക്ഷമായ വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. വിനോദ്, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. സർക്കാർ ഒന്നും മന്ത്രി ഒന്നും എന്തെങ്കിലും കാര്യങ്ങൾ മുന്നിൽ കാണാതെ പറയുകയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമാണ്. പരാതികൾ കിട്ടിയാൽ FIR ഇടും, അതിൽ അന്വേഷണം നടക്കും, നിലവിൽ പരാതികളൊന്നും ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഈ രഞ്ജിത്തിന്റെ ഇഷ്യൂ വരികയാണ്. അപ്പോൾ അതിൽ മറിച്ചൊരു സ്റ്റാൻഡ് എടുത്താൽ, ഇപ്പോൾ തന്നെ അന്വേഷണം നടത്താൻ പോവുകയാണ് എന്നുള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്റ്റാൻഡ് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ ഉള്ള ഒരു ആലോചിച്ചുറച്ചുള്ള ഒരു നിലപാടാണോ ഇന്ന് മന്ത്രി പറഞ്ഞത്? അങ്ങനെ നമുക്ക് കണക്കാക്കേണ്ടി വരുമല്ലോ. മഞ്ജുഷ, ഈ രണ്ട് കാര്യങ്ങളിലും രഞ്ജിത്തിൻ്റെ വിഷയം കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള ഒരു കാര്യമാണ്. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഒരു അന്വേഷണവും നടത്താൻ ഇതുവരെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. അതായത് രഞ്ജിത്തിനെ ഏത് നിലയിലാണോ സംരക്ഷിക്കുന്നത് അതേ ഒരു നിലപാട് തന്നെയാണ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും സർക്കാർ കൈക്കൊള്ളുന്നത്. പരാതി കിട്ടട്ടെ എന്നതാണ്. പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ആ ബംഗാളി ചലച്ചിത്ര താരം തന്നെ അവർ വെളിപ്പെടുത്തി രേഖാമൂലമുള്ള മറുപടി അല്ലെങ്കിൽ പരാതി കിട്ടണം എന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടായി വരുന്നത്. വീണ ജോർജൊക്കെ അങ്ങനെ പരാതിപ്പെട്ടാൽ പരാതിപ്പെടാനുള്ള സൗകര്യമൊരുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവിടെയും ഈ റിപ്പോർട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പോക്സോ കേസുകൾ എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ട് എന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു, അത് സിനിമയുടെ പേരിൽ, സിനിമയുടെ മറവിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത്യന്തം ഗുരുതരമായ ഒരു കുറ്റം, കൊഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയാവുന്ന, വളരെ ഗ്രേവ് ക്രൈമെന്ന് നമുക്ക് പറയാവുന്ന മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ FIR എടുത്താൽ എന്ത് നിയമതടസ്സമാണ് ഉള്ളതെന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. മാത്രമല്ല ഈ സ്കൂളിലൊക്കെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അത്തരം മൊഴികൾ, ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ വിവരമറിയിക്കുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ FIR എടുക്കുകയും ചെയ്യുന്നത്. മന്ത്രി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത FIRൻ്റെ സ്ഥിതി എന്തായെന്നാണ്. കോടതിയിൽ FIR കോഷ് ചെയ്ത് പോവുകയല്ല, മറിച്ച് അതിൽ അന്വേഷണം നടത്തുകയും പിന്നീട് റിപ്പോർട്ട് വരികയും അതിലാണ് നിയമ പോരാട്ടം ഉണ്ടാവുകയും ചെയ്തത്. അവിടെ ഈ FIR എടുക്കുന്നതിൽ എന്ത് നിയമ തടസ്സം ആണ് എന്ന കാര്യമാണ് വ്യക്തമാകാത്തത്. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ഗൗരവമായ കുറ്റകൃത്യം, പോക്സോ കേസുകൾ നിലനിൽക്കുമെന്ന ഈ കമ്മിറ്റിയുടെ കണ്ടെത്തൽ, ആ കണ്ടെത്തൽ അത്യന്തം ഗൗരവമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ മെല്ലപ്പോക്ക്? നവോത്ഥാന മതിൽ സൃഷ്ടിച്ച, വനിതാ മതിൽ സൃഷ്ടിച്ച നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിശക്തമായ നടപടി എടുക്കുകയും അതിൽ പൊതുസമൂഹം സർക്കാരിൻ്റെ നടപടികളെ അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് അതിനേക്കാൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ ആളുകൾക്കെതിരെ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അതിനൊരു ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല? മാത്രമല്ല, സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അല്പമെങ്കിലും മയപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരും. പക്ഷേ അതൊരു മയപ്പെടുത്തലായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പറയാൻ പാടില്ലാത്തതാണ്, ഒരു മന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. ആരോപണം നേരിട്ട്, അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണം വന്നത്, അത് രഞ്ജിത്തിനെതിരെയായിരുന്നു. ആ രഞ്ജിത്ത് ഇതിൽ വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൽ അന്വേഷണത്തിന് എന്താണ് പ്രസക്തി എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഒരു മന്ത്രിക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ. അത് അദ്ദേഹം പറയുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് സിനിമാക്കാരുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്? ഇതിൽ സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ മന്ത്രിക്കെതിരെയും രഞ്ജിത്തിനെതിരെയും ശക്തമായ ഭാഷയിൽ തന്നെ അവർ പ്രതികരിച്ചിട്ടുമുണ്ട്. പക്ഷേ സംഘടനകൾ ഇക്കാര്യത്തിൽ മൗനമാണല്ലോ. FK ഒന്നും ഒരു കാരണവശാലും പ്രതികരിക്കുകയുമില്ല. അത് രഞ്ജിത്ത് അവരുടെ മാനസപുത്രനാണ്. അപ്പോൾ മറ്റ് രീതിയിലുള്ള ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ? മഞ്ജുഷ, സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിലെ സ്ത്രീകളെ കൊഞ്ഞനം കുത്തിക്കാണിക്കുന്ന രീതിയിലാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണമെന്നായിരുന്നു അങ്ങേയറ്റം വിമർശനത്തോടു കൂടി. കാരണം അങ്ങേയറ്റം പ്രഗത്ഭയായിട്ടുള്ള ഒരു ബംഗാളി നടിയാണ് ഇതിനെതിരെ, രഞ്ജിത്തിനെതിരെ പ്രതികരണവുമായി വന്നിരിക്കുന്നത്. അതും അങ്ങേയറ്റം ഈ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണത്തിന് തന്നെ ഇരയാക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ നേരിട്ട് കേസെടുക്കാവുന്ന ചില സാഹചര്യങ്ങൾ അവരൊരു സ്വകാര്യ ചാനലിലെ ഇന്റർവ്യൂയിലൂടെയാണ് അത് വെളിപ്പെടുത്തിയതെങ്കിൽ പോലും കൃത്യമായി രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയുടെ പേര് പറയുന്നു. അകലെ എന്ന സിനിമയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹവുമായി പരിചയമെന്ന് പറയുന്നു. പാലേരി മാണിക്യത്തിന്റെ ഓഡിഷൻ സമയത്ത് എത്തിയ സമയത്താണ് ഈ ഒരു
രീതി തന്നോട്, ഈ ഒരു പെരുമാറ്റ രീതി തന്നോട് ഉണ്ടായത്. ഓഡീഷൻ കഴിഞ്ഞ ശേഷം അന്ന് അവിടെ തങ്ങുന്നു. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ രാത്രി ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്നു. ഈ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ആ രീതിയിൽ തന്നോട് പെരുമാറുകയും ചെയ്തതോടെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ ഇരകളും അതുപോലെ പ്രതികളും പുറത്തു വരട്ടെ. മുൻപ് സർക്കാരിന്റെ പല മന്ത്രിമാരുടെയും സർക്കാരിന്റെ തന്നെ നിലപാട് എങ്ങനെയായിരുന്നു? ആരും ഇല്ലല്ലോ, പ്രതിസ്ഥാനത്ത് ആരുമില്ല, ആരോപണങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ മൊഴിപ്പകർപ്പ് പുറത്തുവിടുന്ന ഒരു സാഹചര്യം അത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇരകൾ ആര് അല്ലെങ്കിൽ പ്രതികൾ ആര് എന്ന് പറയുമ്പോഴും ഇരകൾ പലയിടത്തു നിന്നും വെളിപ്പെടുത്തലുമായി വന്നിട്ട് പോലും ഇതിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുള്ളപ്പോഴും വനിതാ മന്ത്രിമാർ, അതേസമയം വീണ ജോർജും ആർ ബിന്ദുവും ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വീണ ജോർജ് പറഞ്ഞത് ബംഗാളി നടിക്കൊപ്പം തന്നെ അവർ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്തുണയുമായി ഒപ്പം തന്നെ അവരോടൊപ്പം നിൽക്കും. അതേസമയം തന്നെ WCCയെ അങ്ങേയറ്റം അഭിമാനപൂർവ്വം ചേർത്ത് നിർത്തുന്ന ഒരു പ്രതികരണമായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. WCC പോലെ നട്ടലുള്ള പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുള്ള പെണ്ണുങ്ങളുടെ ഒരു സംഘടന, സിനിമ അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്ത് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കുറച്ച് പെണ്ണുങ്ങളുടെ ഒരു സംഘടന കാരണമാണ് ഇപ്പോൾ സിനിമാ മേഖല അല്പമെങ്കിലും വിജിലന്റ് ആയ ഒരു മോഡിലേക്ക് മാറിയത് എന്ന് മിനിസ്റ്റർ ആർ ബിന്ദു പ്രതികരിക്കുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും സാന്ദ്ര തോമസിന്റെ പ്രതികരണത്തിന് സജി ചെറിയാൻ നമ്മൾ തന്നെ കണ്ടതാണ്. അങ്ങേയറ്റം പുച്ഛത്തോടെ അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയുന്ന ഒരു തരത്തിലുള്ള ഒരു ആംഗ്യഭാഷയിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ മുൻ സിനിമാ മന്ത്രി ഗണേഷ് കുമാറും അതല്ലെങ്കിൽ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പിനെ ഒരു മന്ത്രി നിയന്ത്രിക്കുന്നു എന്നൊരു ആരോപണം കൂടി അതേപ്പറ്റി ചോദിച്ചപ്പോൾ വിനയൻ പറഞ്ഞതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആരാണ് എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ വീണ്ടും എടുത്തു ചോദിക്കുന്നു, ആ മന്ത്രി ആരാണെന്നാണോ അതോ സംവിധായകൻ വിനയൻ ആരാണെന്നാണോ, ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള പ്രതികരണം മാത്രമാണ്. താനിപ്പോൾ ഗതാഗത മന്ത്രിയാണ്, സിനിമാ മന്ത്രിയല്ല. സിനിമാ നടനും മുൻ സിനിമാ മന്ത്രിയും ആയിരുന്ന ഒരാളാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം നിരുത്തരവാദപൂർവമായി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ശരിയാണ്. ആദ്യം എന്തായാലും KB ഗണേഷ് കുമാർ ആ രീതിയിലുള്ള ഒരു പ്രതികരണം നടത്താൻ പാടില്ലായിരുന്നു. വിനയൻ ആരാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ല എന്ന് നമുക്ക് ആർക്കും കരുതാൻ കഴിയില്ലല്ലോ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ആളാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് സിനിമാ മേഖലയിൽ ഇടപെടുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യാം എന്നുള്ളതാണോ എന്നാണ് മറു ചോദ്യം. അനീഷ്, രഞ്ജിത്ത് എവിടെയാണെന്ന് അറിയാമോ? എന്തെങ്കിലും പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നോ അദ്ദേഹത്തിന്റെ? രഞ്ജിത്ത് വയനാട് മുട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള ഗസ്റ്റ് ഹൗസ് കൂടിയാണ്. ഈ വിവാദങ്ങളൊക്കെ കത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയും ചെയ്തു. ഔദ്യോഗിക വാഹനത്തിലാണ് അദ്ദേഹം എത്തുകയും ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിൻ്റെ മുൻവശത്തായി തന്നെ ഈ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. എന്തായാലും ഉച്ചതിരിഞ്ഞ് അദ്ദേഹം വയനാട്ടിൽ നിന്നും മടങ്ങുമെന്ന ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. വലിയ തിരക്കിട്ട ചില കൂടിയാലോചനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഈ ലൈംഗിക വിവാദവുമായി ബന്ധപ്പെട്ട വലിയ മുറവിളികൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. പൊതുസമൂഹം ഒന്നടങ്കം തിരിയുന്ന ഒരു സാഹചര്യം. സിനിമാ രംഗത്തെ പ്രമുഖർ തന്നെ, ഈ ആഷിഖ് കപൂറിനെ പോലെ ഇടതു സഹയാത്രികരായി അറിയപ്പെടുന്ന ആളുകൾ പോലും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലുള്ള പ്രതിരോധം കൂടുന്നു. സർക്കാരിന് പിന്തുണയ്ക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ചലച്ചിത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ പല പരാതികളൊക്കെ ഉയർന്നപ്പോഴും ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ ഉള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇടത് ക്യാമ്പിൽ തന്നെ വലിയ ഒരു എതിർപ്പ് ഉയർത്തിയിരുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് പറഞ്ഞത്. നേരത്തെ അദ്ദേഹം നൽകിയ പ്രതികരണത്തിൽ ഇത്തരം ഈ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. ഓഡിഷനിൽ ഈ യുവതിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ഈ നടിക്ക് അനുയോജ്യമായ റോളുകൾ ഈ സിനിമയിൽ ഇല്ല എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് റോളില്ല എന്ന് പറഞ്ഞു. അതിൽ പ്രകോപിതയായാണ് നടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന വിശദീകരണമാണ് നൽകിയത്. എന്നാൽ ഈ ഘട്ടത്തിൽ വയനാട്ടിലെത്തിയ അദ്ദേഹത്തോട് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ വയനാട്ടിൽ നിന്നും അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരുന്നതിനുള്ള സാധ്യതകളും കോഴിക്കോട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിനുള്ള സാധ്യതകളുമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ശരി അനീഷ്. ഇപ്പോൾ വിനോദ്, ഇപ്പോൾ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പുതിയതല്ല. ഇതിനു മുൻപും പലതവണ രഞ്ജിത്തിനെതിരെ ആരോപണങ്ങൾ വന്നതും അദ്ദേഹത്തെ
ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് മാറ്റണം എന്നുള്ള കാര്യം നേരത്തെയും ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ സർക്കാരിൻ്റെ ഒരു സംരക്ഷണം രഞ്ജിത്തിന് കിട്ടിയിരുന്നു. അതേ രീതിയിലുള്ള സംരക്ഷണം ഇപ്പോഴും രഞ്ജിത്തിന് കിട്ടുകയാണ്. ഇത്തരമൊരു ഗുരുതരമായ ആരോപണം വന്നിട്ട് പോലും ഒരു അന്വേഷണത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇല്ല എന്ന രീതിയിലുള്ള മറുപടി മന്ത്രി സജി ചെറിയാനിൽ നിന്ന് ഉണ്ടാകുന്നതും അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്നാണ് അക്കാദമി അംഗമായ മനോജ് ഖാന പറഞ്ഞത്. ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവമുള്ളതാണ്. സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടതെന്നും മനോജ് ഖാന പറഞ്ഞു. അല്ല, ആരോപണം വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. എത്രയോ വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സിനിമയുടെ പേരും അതിൻ്റെ ഡയറക്ടറുടെ പേരും എല്ലാം വളരെ കൃത്യമായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായി തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി വന്ന സ്ഥിതിക്ക് ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ അത് തെളിയിക്കപ്പെടട്ടെ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് ശ്രീമാൻ രഞ്ജിത്ത് സാറാണ്. അദ്ദേഹം ഇനി ഇത് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്. അതിലിപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞൊരു കാര്യമില്ല. രഞ്ജിത്തിനെതിരെ DGPക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് പരാതി നൽകിയത്. ഇന്ദ്രൻസിന്റെ ഒരു പ്രതികരണമുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഏത് മേഖലയിലാണെങ്കിലും അതിൽ നടപടി വേണമെന്നാണ് ഇന്ദ്രൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതികൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, ആർക്കെതിരെയും എന്തും പറയാം എന്നായിരുന്നു രഞ്ജിത്തിനെതിരായ ആരോപണത്തിനുള്ള ഇന്ദ്രൻസിന്റെ മറുപടി. ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല, പത്രത്തിലൂടെയൊക്കെ അറിയണം. ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു എരിവും പുളിയൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയാ. അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല. സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം. അല്ലേ പിന്നെ നല്ലതല്ലേ. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി. അല്ല, ചലച്ചിത്ര അക്കാദമിയുടെ എതിർസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയാമല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നതും അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച് നേർസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരൽ ചൂണ്ടപ്പോഴല്ലേ. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല, അതുകൊണ്ട് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വിടണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് നടി അൻസിബ ഹസൻ. മറ്റ് കേസുകളിൽ കുറ്റക്കാരുടെ പേരുകൾ പുറത്തുവിടുന്നത് പതിവാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ എന്തുകൊണ്ട് പുറത്തുവിട്ടുകൂടെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നാണ് തന്റെ ആവശ്യമെന്നും അൻസിബ ഹസൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തരം ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതവും നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു കമ്മിറ്റി വരേണ്ടി വന്നു അത് പുറത്ത് പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ ഇത് വന്നിട്ട് പോലും ഒരു 5 വർഷത്തിനടുത്ത് എടുത്തു ഇതൊന്ന് പബ്ലിക്കിലേക്ക് എത്താൻ വേണ്ടി. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഡിലേ ആണ് വന്നിരിക്കുന്നത് ഇത് പുറത്തു വരാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ആദ്യത്തെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം. വ്യക്തമായ തെളിവുകളും രേഖകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേട്ടക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് എന്താണ് തെറ്റുള്ളത്? ഇവിടെ എല്ലാവർക്കും സമത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള അക്യൂസ്ഡിന്റെ പേരുകളൊക്കെ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു റിപ്പോർട്ടിൽ അവർക്ക് കൃത്യമായ രേഖകൾ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ പറയുന്നത് ഇത് ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആരും ഇരയാക്കപ്പെടരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്ത ആള് നമ്മുടെ പബ്ലിക്കിന് മുന്നിൽ ആ ആളെ കൊണ്ടുവരികയും അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. കാരണം കേരളത്തിൽ ഇത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഒരു മാതൃകയാണ് കേരളം കാണിച്ചു കൊടുക്കുന്നത്. ചില സെറ്റുകളിലായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയുള്ള സെറ്റുകളിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള
ഇങ്ങനെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് നമ്മുടെ ഒരു ബേസിക് നീഡ്സ് എന്തൊക്കെയാണ് ഒരു സിനിമ സെറ്റിലുള്ളത് അത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പെർമിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയും സംഭവങ്ങൾ ഒരു സിനിമ സെറ്റിൽ ഉണ്ടായിരിക്കണം, ബേസിക് ആയിട്ട് ഇത്രയും എമ്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു റൂള് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രഞ്ജിത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് സംവിധായകൻ ഷാജി കൈലാസ് പ്രതികരിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ രഞ്ജിത്തിനെ ന്യായീകരിക്കുന്ന പ്രതികരണമാണ് ഷാജി കൈലാസ് നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇല്ല, ഞാൻ എന്ത് പ്രതികരിക്കുക? അയാളല്ലേ പ്രതികരിച്ചു, അയാൾ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ സാർ. പരാതി ഞാൻ ഇതാണ് പറയുന്നത്, എനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ആരെന്താണ്, നമുക്ക് സത്യം എന്താണ്, നല്ലത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരുമ്പോൾ എന്ന് പറയുന്ന നിയമമുണ്ടല്ലോ, ആ നിയമത്തിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴല്ലേ ഇത് ക്ലാരിറ്റി കറക്റ്റ് ആവുള്ളൂ. അല്ല ഇപ്പോൾ എല്ലാം എയറിലല്ലേ, ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ലാൻഡ് ചെയ്യട്ടെ, ലാൻഡ് ചെയ്തിട്ട് ആരുടെ പേരിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കട്ടെ, കേസ് കൊടുക്കുമ്പോൾ തിരിച്ച് കേസ് കൊടുക്കട്ടെ, അങ്ങനെ കേസുകളായിട്ട് വരട്ടെ. ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞത് സംഭവം എന്താണ് സംഭവം എന്ന് പിടിയും കിട്ടില്ല. എന്തൊക്കെയോ സംഭവം നടക്കുന്നു, എല്ലാവരും പ്രശ്നത്തിലായിരിക്കുകയാണ്, എന്താണെന്ന് പിടിയില്ല. രഞ്ജിത്ത് പദവി ഒഴിയണമെന്നാണ് നടൻ അനൂപ് ചന്ദ്രൻ ആവശ്യപ്പെട്ടത്. പരാതി ഉന്നയിച്ചത് വെറുമൊരാളല്ല, രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും ഇടപെടുന്ന പ്രമുഖ നടിയാണ് പരാതിയുമായി എത്തിയത്. ഇടത് സർക്കാർ അക്കാര്യം കണക്കിലെടുക്കണമെന്നും അനൂപ് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആരോപണങ്ങളുമായി ആളുകൾ രംഗത്തെത്തുകയും ചെയ്യുന്നു. ചലച്ചിത്ര മേഖലയിലെ പുതുതായി രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം അതിശക്തമായി വന്നിരിക്കുകയാണ്. ഈ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രഞ്ജിത്തിനെതിരെ എന്നല്ല, ആർക്കെതിരെയും ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ അർഹിക്കുന്ന അതിൻ്റെ പ്രാധാന്യത്തോടു കൂടെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു പെൺകുട്ടി, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഒരു പെൺകുട്ടി സധൈര്യം പറയാൻ ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പെൺകുട്ടി പറഞ്ഞതിനകത്ത് നിജസ്ഥിതി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അത് അന്വേഷിക്കുകയും ചെയ്യും. കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിന് വരാനുണ്ടായ ഒരു കാരണം, ഒരു നടി താനേറ്റ ആക്രമണം സധൈര്യം ശക്തമായി പൊതുസമൂഹത്തിൽ പ്രഖ്യാപിക്കുകയും തൃക്കാക്കര പോലീസിൽ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പം എന്താ സംഭവിച്ചത്? മാധ്യമവും പൊതുസമൂഹവും ഭരണകൂടവും ഒറ്റക്കെട്ടായി ആ കുട്ടിയുടെ പിന്നിൽ അണിനിരന്നു. അങ്ങനെ അണിനിരന്നുകൊണ്ട് ആ കുട്ടിക്ക് നീതി കിട്ടി. ആ നീതി കിട്ടിയത് കൊണ്ട് ആ കുട്ടി ഇന്ന് സധൈര്യം അന്തസ്സോടുകൂടെ ഇന്ന് സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. അതുകൊണ്ട് താനേറ്റ ആക്രമണത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുകയും ഇപ്പോൾ പോലീസിനെ പോലത്തെ സംവിധാനങ്ങളിൽ അറിയിക്കുകയും കൃത്യമായ നിയമയുക്തമായിട്ട് ആ കുട്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, പൊതുസമൂഹവും ഭരണകൂടവും മാധ്യമവും അവരുടെ പിന്നാലെ നിൽക്കും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ ചലച്ചിത്ര അക്കാദമി പോലത്തെ ഒരു വലിയ പദവിയിലിരിക്കുമ്പോൾ, രഞ്ജിത്തേട്ടനിരിക്കുമ്പോൾ ഇങ്ങനൊരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അത് വെറുമൊരു പെൺകുട്ടി ആയിട്ട് നമ്മൾ ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ പ്രമുഖ താരമാണ്. അത് പെൺകുട്ടിയെ കാണുമ്പോൾ നമ്മൾ വെറുമൊരു പെൺകുട്ടിയാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കൃത്യമായ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നിലപാടുള്ളൊരു ലോകത്ത് ജീവിച്ച് വളർന്ന് വന്ന ഒരു സാംസ്കാരിക മൂല്യമുള്ളൊരു ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ ഒരിക്കലും ഒരാളെ താറടിക്കാനോ ഒരാളെ ധരിക്കാനോ വേണ്ടി പറയാൻ സാധ്യതയില്ല എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിന് ശക്തമായി മുന്നിട്ടിറങ്ങണം. ആ പദവിയിൽ എന്നെ പോലത്തെ ഒരാളാണ്, ഞാനാണ് ആ പദവിയിലിരിക്കുന്നതെങ്കിൽ നിസ്സംശയം പറയും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും. നിന്ന് തന്നെയല്ലേ അത്തരം ഒരു അന്വേഷണത്തെ നേരിടുന്നത്. പിന്നെ അത് ഉറപ്പ്. കാര്യം നമ്മളിപ്പം ഇത്തരം ഒരു ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ ഇത്രയും ഭംഗിയായി കൂടെ നിന്ന് ആ നടിക്ക് നീതി നേടിക്കൊടുത്ത ഒരു ഭരണകൂടത്തിൻ്റെ ആ സൽപ്പേരിനൊരു കളങ്കം ഞാനായിട്ടുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു കലാകാരൻ്റെ ധാർമ്മികത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ കൈക്കൊള്ളുന്ന ഒരു നിലപാട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി സജി ചെറിയാൻ പറയുന്നു, ഇരയാക്കപ്പെട്ട ആളുകൾ അവര് പരാതിയുമായി സർക്കാരിന്റെ മുന്നിലേക്ക് വരട്ടെ. ഇപ്പോൾ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോൾ പോലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് പരാതിയുമായ ആളുകൾ രംഗത്തേക്ക് വരട്ടെ എന്നുള്ളത്. അങ്ങനെ ആയിരുന്നോ ഇടതുപക്ഷം കാര്യങ്ങളെ ഇതുവരെ നോക്കിക്കണ്ടിരുന്നത്? അത്തരത്തിൽ ഈ ഒരു ധാർമ്മികതയാണോ അവർ ഓരോ വിഷയങ്ങളും ഇതുവരെ സൃഷ്ടിച്ചത്? അത് മാറ്റം വരുന്നതായി തോന്നില്ലേ? മാറ്റം വരേണ്ടതാണ്. ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഒരു സ്ഥലത്ത് നടന്നു, അല്ല ഒരാൾക്ക് ദുഃഖം ഉണ്ടായി എന്നറിഞ്ഞാൽ അവിടെ ഓടിയെത്തുകയും അവിടെ അപ്പോൾ തന്നെ അതിന് നടപടി തുടരുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്തായാലും ഒരു ഭരണകൂടത്തിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊരു കൾച്ചേർഡ് സിവിലൈസേഷൻ നമുക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഞാൻ പറയാം, ഇത്തരം പരാതിയായിട്ട് വരിക എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിയമത്തിൻ്റെ ഒരു പരിമിതിയാണത്.
ഇപ്പോൾ ഒരു കേസ് അന്വേഷിക്കാതിരിക്കാം. അനൂപ് ചന്ദ്രന്റെ പ്രതികരണമാണ് കേട്ടത്. ശ്വേതാ മേനോനും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ശ്വേതാ മേനോന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പറയാത്തത് ഇപ്പോഴല്ലേ ഈ ആൾക്കാരെല്ലാം, ഇപ്പോഴത്തെ തലമുറയല്ലേ കുറച്ചുകൂടി ഫൈറ്ററായിട്ട് വന്നിട്ട്. ഇപ്പം ഞാനുള്ള സമയത്തെല്ലാം എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 4-5 കേസസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, പക്ഷെ എനിക്ക് മോശമായ ഒരു അനുഭവം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ട് അറ്റ് ഓൾ. ബിക്കോസ് നോ പറയുന്ന സ്ഥലത്ത് നോ പറയുന്ന ഒരാളായതുകൊണ്ട്, ഇന്നല്ല സ്കൂള് തൊട്ട് ഞാൻ അനശ്വരം തൊട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ തന്നെയാണ്. സോ എൻ്റെ നിലപാട് എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറയണത് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടി ബംഗാളിൽ നിന്ന് വന്നിട്ടും പറയാതെ ഇരുന്നു. അത് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയണത്. എന്താ പറയുക, കുറേ പെണ്ണുങ്ങളും സ്ത്രീകളും എല്ലാം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സിനിമാ സംഘടനകൾ പ്രതികരിക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനും പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടോ എന്ന ചോദ്യത്തിനും ഷാജി കൈലാസിന്റെ മറുപടി കേൾക്കാം. ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അവരുടെ വിരലിൽ ചൂണ്ടും. അതാണ് ഇപ്പോൾ കുഴപ്പം. ഇതൊരു ക്ലാരിഫൈ ചെയ്യേണ്ടതും ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതും ഈ റിപ്പോർട്ട് കൊടുത്തവരും ഇത് മേടിച്ചവരുമാണ്. സാർ, അഭിപ്രായം പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്നലെ അമ്മ എന്തോ പത്രസമ്മേളനം നടത്തിയെന്ന് വെച്ചോളൂ. അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എടുത്ത് വായിക്കാൻ പറ്റുമോ ഇത് ഫോണിനകത്ത്? ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹം അഭിനയിച്ചാണ്. അദ്ദേഹം പറയണ്ടേ, ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു സംശുദ്ധിയോടെ അതിനടുത്ത് മൂവ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതേപോലെ പറഞ്ഞു. അപ്പോൾ അതുപോലെ പറയാനിപ്പോൾ നാം പറയുന്നത് എല്ലാം നമ്മൾ പേടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നിലയിലാവുമെന്നാണ് എല്ലാവരും പേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാർ, നെഗറ്റീവ് അല്ലേ പറയുന്നത്? ഒരാൾ എത്രത്തോളം നെഗറ്റീവ് താങ്ങും? നമ്മൾ അങ്ങ് അയാളെ ഇല്ലാതാക്കിയില്ല, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായിട്ടും കോടതിയുണ്ട്, സർക്കാരിന്റെ സപ്പോർട്ടുണ്ട്, എല്ലാം കൂടെ ചെയ്തിട്ട് ഇത് ക്ലിയർ ആകും എന്നാണ് തോന്നുന്നത്. എല്ലാം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഒരു സ്റ്റോപ്പ് ചെയ്യണ്ടേ? അതെ, അത് ചെയ്യണം. അങ്ങനത്തെ ഒരു ഗ്രൂപ്പേ നമ്മൾ പണ്ടത്തെ പോലെയല്ല. മിക്ക ഡയറക്ടർ നായകന്മാരും പ്രൊഡ്യൂസേഴ്സാണ്. അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവരുടെ തിയേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. പക്ഷേ ഈ പവർ ഗ്രൂപ്പ് മറ്റേ സംഭവം അങ്ങനെ ഇതുവരെ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. എന്താ പറയുക, നമ്മളെ ഫീൽ ചെയ്തിട്ടില്ലെന്നുള്ളത് നമ്മൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. ഞാനൊരു 6-7 വർഷമായി ഈ മലയാള സിനിമ ചെയ്തിട്ട്. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ സിനിമയിൽ ശരി, മോഹൻലാൽ സിനിമയിൽ, സുരേഷ് ഗോപി സിനിമകളാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ആ സിനിമകൾ നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീ സുരക്ഷയെപ്പറ്റി വാചാലനാവുകയാണ് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീ സുരക്ഷയിൽ സംസ്ഥാന സർക്കാർ മാതൃകാപരമായ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നതെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF സർക്കാർ വലിയ വിജയം നേടുമെന്നുമാണ് സജി ചെറിയാന്റെ അവകാശവാദം. 2026 ഒരു തെരഞ്ഞെടുപ്പ് കേരളം നടന്നു. നിയമസഭയിലേക്ക് 100 സീറ്റിൽ കൂടുതൽ വാങ്ങി നമ്മൾ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വർഗീയമില്ലാത്ത നാടാണ്. സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സ്റ്റേറ്റാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രിക ദേശവിരുദ്ധമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കശ്മീരിന്റെ സ്വയം ഭരണത്തിന് പാകിസ്ഥാനുമായി ചർച്ച നടത്തണം എന്ന് ആവശ്യപ്പെടുകയാണ് അവർ. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന പ്രകടന പത്രികയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ നാഷണൽ കോൺഫറൻസിന്റേത്. കോൺഗ്രസും ഇടത് പാർട്ടികളും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കക്ഷികളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കർണാടകത്തിലെ ബലാത്സംഗ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകി. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലാണ് പ്രാഥമിക കുറ്റപത്രം നൽകിയത്.
വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി സ്കൂളിലാണ് പഠന സൗകര്യം ഉണ്ടാവുക. മേപ്പാടി സ്കൂളിലേതടക്കം മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകളും ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ KSRTC ബസ് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷ തേടിയെത്തിയ ആളുകൾ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കും. ഇനി 3 കുടുംബങ്ങൾ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മേപ്പാടിയിലെയും കൽപ്പറ്റയിലെയും റിപ്പണിലെയും എല്ലാം തന്നെ കോട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 30-ാം തീയതി പാതിരയോടുകൂടിയാണ് വലിയ ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി ആളുകൾ മരിച്ചു. ഇപ്പോഴും 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. എന്തായാലും അതിൻ്റെ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഭാഗികമായുള്ളൊരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ യഥാസമയം അവർ വാടക വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റും സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി എത്തിച്ചു നൽകുന്നുണ്ട് എന്നും മന്ത്രി രാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറക്കും. അതായത് ഈ വെള്ളരിമലയിലെ വെള്ളാർമല സ്കൂളിലുള്ള കുട്ടികളെ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കൊണ്ടുവരുന്നത്. മുഴുവൻ കുട്ടികൾക്കും അവിടെ നിന്ന്, അതായത് ഇപ്പോൾ വാടക വീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിന് KSRTC സർവീസ് സൗജന്യമായി കുട്ടികളെ എത്തിക്കും. അതിന് പ്രത്യേകം KSRTC സർവീസുകൾ തുടങ്ങും എന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി ഏതാണ്ട് തീരുകയാണ്. അതായത് നമുക്കിപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലായാലും 3 കുടുംബങ്ങൾ കൂടി പോയാൽ നമുക്ക് ക്യാമ്പുകൾ പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. വേറെ പ്രയാസം ഉണ്ടാകില്ല. ഈ തിങ്കളാഴ്ച മുതൽ മറ്റന്നാൾ മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. ഒപ്പം തന്നെ സെപ്റ്റംബർ 2-ന് വയനാട് ജില്ലയിൽ ഒരു സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കാരണം വയനാട് വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിലെത്താൻ അവരെ താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ജനപ്രതിനിധികളും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. അതിൽ മേപ്പാടി സ്കൂളിലായിരിക്കും പ്രധാന പരിപാടികൾ. ഒപ്പം തന്നെ ഈ വെള്ളാർമല സ്കൂളിലുള്ള അധ്യാപകരെ പുനർവിന്യസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ തന്നെ ഉണ്ടാവും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ താൽക്കാലിക പുനരധിവാസം, അതായത് ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റിയത്. ഇവർക്ക് 6,000 രൂപ സർക്കാർ നൽകുന്നുണ്ട് വാടക ഇനത്തിൽ. അത് ഈ ശാശ്വതമായ പുനരധിവാസം നടക്കുന്നതുവരെ ആ തുക നൽകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതായത് ഈ ഉരുൾപൊട്ടലിൽ ഇവർക്ക് നഷ്ടപ്പെട്ട രേഖകളും മറ്റും സംഘടിപ്പിക്കുന്നു. ആ രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് യഥാസമയം ഓരോ വകുപ്പ് മേധാവികളുമായി സംസാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉൾപ്പെടെ ഉണ്ടാവും. എന്തായാലും സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. വയനാട് പഴയ രീതിയിലേക്ക്, സാധാരണ നിലയിലേക്ക് പോകുന്നു. എങ്കിലും ഭയം ഇപ്പോഴും കുട്ടികൾക്കുള്ളിലുണ്ട്. അതുപോലെ തന്നെ വലിയ ആളുകൾക്കിടയിലുമുണ്ട്. അത് കൃത്യമായുള്ള കൗൺസിലിങ്ങും മറ്റും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾ സ്കൂളിലെത്തുന്നതോടുകൂടി കൂടുതൽ അവരുടെ മാനസിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. മറ്റു കുട്ടികളുമായി മിങ്കിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാനസിക നിലയിൽ ഉൾപ്പെടെ മാറ്റം വരും എന്ന് തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും KSRTC സൗജന്യ സർവീസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. കുട്ടികൾക്കെല്ലാം തന്നെ സ്കൂളിലെത്തുന്നതിനുള്ള ഈ വെള്ളാർമല സ്കൂളിൽ, നമുക്കറിയാം വെള്ളാർമല സ്കൂൾ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. അവിടുന്ന് നിരവധി കുട്ടികൾ 38ഓളം കുട്ടികളെ നഷ്ടപ്പെട്ടതാണ് നമുക്ക്. എന്തായാലും ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ അവർക്ക് മറ്റു കുട്ടികളുടെ കൂടെ, മേപ്പാടിയുള്ള ഹൈസ്കൂളിലുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നത്. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, News 18. ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃതമായി പാറ ഖനനം നടക്കുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയേറെയുള്ള ഗ്യാപ്പ് റോഡിന്റെ താഴ്ഭാഗത്ത് ചൊക്രമുടിയിലാണ് നിർമ്മാണം ഇപ്പോൾ നടക്കുന്നത്. 100 കണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുകയാണ്. തടയണ കെട്ടി ഗോത്ര ജനതയുടെ കുടിവെള്ളവും തടസ്സപ്പെടുത്തിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചൊക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. വീട് നിർമ്മാണത്തിനുള്ള NOCയുടെ മറവിൽ റവന്യൂ ഭൂമിയും കയ്യേറി കുന്നുകൾ ഇടിച്ചു നിരത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗ്യാപ്പ് റോഡിൽ പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലയിൽ നിന്നും 200 മീറ്ററോളം മാത്രം മാറിയാണ് നിലവിലെ അനധികൃത പാറ ഖനനവും നിർമ്മാണവും.
പരിസ്ഥിതി ലോല മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രദേശത്തിന്റെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം. വീണ്ടും ഒരു പെട്ടിമുടി ദുരന്തവും വയനാട് ദുരന്തവും തവളപ്പാറ ദുരന്തവും പോലെ ചക്രമുടി ദുരന്തം എന്ന് പറഞ്ഞ് രണ്ടാമത് ചാനലിൽ വരാൻ പാടില്ല. അന്ന് ചാനലിൽ പറയാൻ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കില്ല. ഇത് നിങ്ങൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കണം. താഴ്വാരത്ത് മുട്ടുകാട് ഉൾപ്പെടെയുള്ള വലിയ ജനവാസ മേഖലയാണ്. അശാസ്ത്രീയ ഖനനം ഉരുൾപൊട്ടലിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അപ്പോൾ ഈ വ്യാജ ഭൂമാഫിയയ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമാണ്. കാരണം ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു 300ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട 50 ആളുകളുണ്ട്. അതിന് തൊട്ട് താഴെ ജനവാസ മേഖലയാണ്. ഇഷ്ടംമാതിരി വീടുകളുമുണ്ട്. അപ്പോൾ ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ റവന്യൂ വകുപ്പിൽ പലവട്ടം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നിർമ്മാണം തടയാൻ മാത്രം നടപടിയുണ്ടായിട്ടില്ല. മൈജോ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതലാളി. ഈ സിബി എന്ന് പറയുന്ന ആൾ അവൻ്റെ കാൽക്കടിയിൽ കിടക്കുന്ന ഒരാളാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ. ആ സിബി എന്ന് പറയുന്ന ആൾ ഈ മൈജോ എന്ന് പറയുന്ന ആൾ അവിടെ കോടികൾ അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി ഇവർക്ക് കൊടുത്തിട്ടാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ ഇത്രയും കടന്ന് അപകടം ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പൈസമ്മാലി പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വന്ന് നോക്കാൻ പോലും ഇവന്മാരെ കൊണ്ട് പറ്റുമോ? തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. അതീവ പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ അധികൃതർ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പ്രദേശത്തു നിന്ന് മരങ്ങൾ മുറിക്കാനും പാറ ഖനനത്തിനും എങ്ങനെ അനുമതി ലഭിച്ചുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കൂടുതൽ അവസരം ഒരുക്കാൻ നോർക്കയുടെ ഇംഗ്ലീഷ് ഭാഷാ പരിശീലന പദ്ധതി. ഇതിന്റെ ഭാഗമായി ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിന് നേതൃത്വം നൽകുന്ന ഓക്സ്ഫോർഡ് ഏജൻസിയായ ബോക്സ്ഫിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി നോർക്ക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പാർട്ണറായി ഇതോടെ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് മാറി. നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയും OET ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ ആദം ഫിലിപ്സുമാണ് ധാരണാപത്രം കൈമാറിയത്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6695, പവന് 53,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ആര്യ. ോടാണ്